പുതിയ ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് സ്ക്രീനിൽ കാണാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ എ ബ്രിഡ്ജിംഗ് പവർ ഇൻ മെനി വേസ്, ജയശങ്കർ എന്ന് പറയുന്ന ന്യൂസ് ആണ്. അപ്പം ജയശങ്കർ നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ്. നമുക്ക് ഈ ഫോട്ടോ നോക്കുമ്പോൾ കാണുന്നത് റൈസിന എന്ന് പറയുന്ന ഒരു ടൈറ്റിലൂടെ കാണാം. അപ്പൊ റൈസിന ഡയലോഗാണ്. അപ്പൊ റൈസിന ഡയലോഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലതവണ പറഞ്ഞാണ് റൈസിന ഡയലോഗിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോസിലെല്ലാം. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു NGOയും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ചേർന്ന് നടത്തുന്ന ഒരു ഡയലോഗാണ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, സിംഗപ്പൂരിലെ ഷാങ്ക്രി-ലാ ഡയലോഗ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു സംഭവം ഉണ്ട്. അതിന്റെ ബേസിലാണ്, അതിനെ എമുലേറ്റ് ചെയ്താണ് ഇന്ത്യ തുടങ്ങിയിരിക്കുന്നത്. ഇത് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതും ഇതുപോലൊരു സംഗതിയാണ്. അതിൽ പിന്നെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ്, അത് മ്യൂണിച്ച് എവിടെയാണ്? ജർമ്മനിയിലാണ്. അതിൽ ജയശങ്കർ പങ്കെടുത്തായിരുന്നു. അപ്പൊ ഈ റൈസിന ഡയലോഗ് ഇനാഗുറേറ്റ് ചെയ്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അത് പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ്. കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് ആരാണ്? ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ. അപ്പൊ ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള കാരണമൊക്കെ ഞാൻ പറഞ്ഞു. ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ കൊണ്ടുവരാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ അല്ല, G20 ആണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അപ്പൊ ഈ മിഡിൽ ഈസ്റ്റ്, ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്ക് കടക്കുന്ന ആ കോറിഡോർ ഞാൻ പറഞ്ഞു, ഇസ്രായേലിലെ ഹൈഫ പോർട്ട് വഴി ഗ്രീസിലേക്കാണ് എൻട്രി യൂറോപ്പില്. അതുകൊണ്ടാണ് ആ ഒരു ആസ്പെക്ട് ഉണ്ട്. ആ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, ഗ്രീസുമായിട്ട് ഇന്ത്യക്ക് വേറെ കുറെ റിലേഷൻഷിപ്പുകളുണ്ട്. അപ്പം അതാണ് മെയിൻ റീസൺ ഇപ്പൊ പെട്ടെന്ന് കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് ഇന്ത്യയിൽ വരാൻ. അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം എന്തായാലും ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെയാണ്. ആ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല റൈസിന ഡയലോഗായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, അതാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. ഇനി എക്സ് ഗവർണർ സത്യപാൽ മാലിക് ക്രൈസ് ഫൗള CBI സെർച്ചസ് ഹിസ് പെർമിസസ്. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യപാൽ മാലിക് എന്ന് പറഞ്ഞ പഴയ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണറൊക്കെ ആയിരുന്നു. BJP ആയിട്ട് കുറച്ച് ഉടക്കി നിൽക്കുന്ന BJPയുടെ ഒരു ലീഡറാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഇഷ്യൂസ് ആണ്. പിന്നെ കേജ്രിവാളിന് EDയുടെ നോട്ടീസ് തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പേജിൽ, വേറെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജില് അവിടെ ഒന്നും പറയാനില്ല. അമിത്ഷായുടെ ഒരു ഫോട്ടോ കാണാം, ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററിന്റെ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഈ തമിഴ്നാട്ടിൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, തൂത്തുക്കുടിയിൽ ഒരു പ്ലാന്റ്, അതായത് കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ് ഉണ്ട് ഒരു കമ്പനിയുടെ എന്ന് പറഞ്ഞായിരുന്നു. ആ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു. ആ കമ്പനി ഏതായിരുന്നു? വേദാന്ത. ഈ വേദാന്തയുടെ ഈ തൂത്തുക്കുടിയിലെ പ്ലാന്റ് പൊല്യൂഷന്റെ പേര് പൂട്ടിക്കിടക്കുകയാണ്. അവിടെ വെടിവെപ്പിൽ ആൾക്കാർ മരിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിലെ ചില ഒബ്സർവേഷൻസ് ആണ് ഈ ന്യൂസിൽ കാണുന്നത്. ഇത് ഈ വേദാന്തയുടെ ഇഷ്യൂ തന്നെയാണ്. സ്റ്റെർലൈറ്റ് കോപ്പർ എന്ന് പറഞ്ഞ ഈ കമ്പനിയിലാണ് ഇഷ്യൂസ് ഉണ്ടായത്, തൂത്തുക്കുടിയിലാണ്. പിന്നീട് PMLA കോർട്ട് റിജക്ട്സ് ഹേമന്ത് സോറൻസ് പ്ലീ ടു അറ്റൻഡ് അസംബ്ലി എന്നൊരു ന്യൂസ് കാണാം. PMLA അത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്താണെന്ന് അറിയാമല്ലോ. മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് അത് എന്താ പറയുക, എല്ലാത്തിനെയും കവർ ചെയ്യുന്ന ഒരു വേർഡാണ്. മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഉള്ള ഇല്ലിസിറ്റ് ഫോംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസിനെയാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. ഈ മണി ലോണ്ടറിംഗിനെ തടയാനുള്ള നിയമമാണ് PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറയുന്നത്. ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 കൊണ്ടാണ് വരുന്നത്. അതിന് ഈ ഇടയ്ക്ക് 2020 ശേഷം ഇന്ത്യ ഗവൺമെന്റ് വീണ്ടും അമെൻഡ് ചെയ്തപ്പോഴാണ് ED ഇത്രയും പവർഫുൾ ആയത്. EDക്ക് ഒരുപാട് സ്വീപ്പിംഗ് പവേഴ്സ് കിട്ടുന്ന രീതിയിലാണ് PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ് ആയിട്ട് അമെൻഡ് ചെയ്തത്. അതിനുശേഷം അത് ഇല്ലീഗലാണ് PMLA പല അമെന്റ്മെന്റ്സ് എന്നുള്ള പേരിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു കേസൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ ഫൈനൽ വിധി ഒന്നും വന്നിട്ടില്ല. ആദ്യം ഒരു വിധി വന്നു. ആ വിധിയിൽ സുപ്രീം കോടതി PMLA പുതിയ പ്രൊവിഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ വീണ്ടും അതിന്റെ റിവ്യൂ പെറ്റീഷൻ പോയിക്കാണ്. സുപ്രീം കോടതിയുടെ ഒരു വിധിയെ റിവ്യൂ ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, ആ പേജിൽ അതാണുള്ളത്. പിന്നെ നെക്സ്റ്റ് പേജ് സ്പോട്ട്ലൈറ്റ് പേജ് വേണ്ട. അതിന്റെ അടുത്ത പേജ് മെട്രോ പ്ലസ് പേജ്, അത് വേണ്ട. ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കാം. എഡിറ്റോറിയലില് ഫസ്റ്റ് എഡിറ്റോറിയൽ നല്ലൊരു നമുക്ക് ആവശ്യമുള്ള ഒരു എഡിറ്റോറിയലാണ്. പക്ഷെ ഞാൻ എഡിറ്റോറിയലായിട്ട് ഇതിൽ വന്നേക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ്. ദ നെക്സ്റ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, ഇത് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ബ്രോഡ് കാര്യങ്ങളല്ല അവർ പറഞ്ഞേക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ സെക്ടറിൽ വന്നിരിക്കുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. വിച്ച് ഈസ് ദാറ്റ് സെക്ടർ? സ്പേസ് സെക്ടർ. എന്നർത്ഥം ഹിന്ദുവില്
ഫ്രണ്ട് പേജിലെ മെയിൻ ന്യൂസുകൾ ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇനി പുതുതായിട്ട് സ്പേസ് സെക്ടറിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ത്യയുടെ ക്യാബിനറ്റ് എന്ന് പറയാൻ നമുക്കറിയാലോ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗിൽ എപ്പോഴും ചെയർമാൻ ആരാണ്, അതിന് അധ്യക്ഷത വഹിക്കുന്ന ആരാണ്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ പ്രൈം മിനിസ്റ്ററിന്റെ അധ്യക്ഷതയിൽ കൂടിയ ക്യാബിനറ്റ് മീറ്റിംഗിൽ വെച്ച് ഒരു ഡിസിഷൻ എടുത്തു, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയുടെ സ്പേസ് സെക്ടറിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ നാളെ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾ ചിലപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ വന്നത്. അപ്പൊ ഇതിന് ഏതാണ്ട് 2020 തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നായിരുന്നു. ഏത് സെക്ടറിൽ? സ്പേസ് സെക്ടറിൽ പ്രൈവറ്റൈസേഷൻ. അന്ന് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ അലോ ചെയ്യും, ആ സെക്ടറിലേക്ക് അലോ ചെയ്തു. അപ്പോഴും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് അലോ ചെയ്തില്ലായിരുന്നു. അതാണ് ഇന്നലെ അലോ ചെയ്തത്. അപ്പൊ ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഗവൺമെന്റ് ഇൻസ്പേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു ഇന്നലെ, നിങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ ഇൻസ്പേസ്, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഇവരാണ് ഒരു enabling environment to provide an enabling environment for the private players to play or invest in the സ്പേസ് സെക്ടർ. വളരെ എന്താ പറയുക, ഒരു ഗ്രോത്ത് ആസ്പെക്ട് ഉള്ള ഒരു സ്പേസ് ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ആ സ്പേസ് സെക്ടറിൽ പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഒരു എനേബിളിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പേസ് ഉണ്ടാക്കിയത്. ഇൻസ്പേസിന്റെ എക്സ്പാൻഷൻ ആണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. ഞാൻ ഇന്നലെ പറഞ്ഞു പുനീത് ഗോയങ്ക ആണെന്ന് തോന്നുന്നു അതിന്റെ പിന്നീട് ഹെഡ് എന്ന് ഞാൻ പറഞ്ഞു. പുനീത് ഗോയങ്കെന്നോ പവൻ ഗോയങ്കെന്നോ ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. പുനീത് ഗോയങ്ക എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞതെങ്കിൽ അത് തെറ്റാണ്. ഞാൻ അപ്പൊ പറഞ്ഞു, എനിക്ക് ഓർമ്മ എക്സാക്ട്ലി ഇല്ല, നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പുനീത് ഗോയങ്ക എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ, അത് തെറ്റാണ്. പവൻ ഗോയങ്കയാണ്. പുനീത് ഗോയങ്ക എന്നുള്ള വേറെ ആളുണ്ട്, പവൻ ഗോയങ്ക. അദ്ദേഹമാണ് ഇൻസ്പേസിന്റെ ചെയർമാൻ, പവൻ ഗോയങ്ക. അദ്ദേഹത്തിന്റെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ പതിയെ ഇന്ത്യയിൽ പ്രൈവറ്റ് മേഖലയില് പല കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ സ്പേസ് സെക്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയ ഒരു തീരുമാനം വരുന്നത്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും അലോ ചെയ്യാൻ. അതായത് മിനിഞ്ഞാന്ന്, ഡേ ബിഫോർ യെസ്റ്റർഡേ, February 21 ആ ഒരു തീരുമാനം വരുന്നത്. ഗവൺമെന്റ് ഓപ്പൺ ദ ഡോർ ടു 100% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് FDI ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് കമ്പോണന്റ്സ് ആൻഡ് സിസ്റ്റംസ് ബാർ സബ് സിസ്റ്റംസ് ഫോർ സാറ്റലൈറ്റ്സ്. ഈ 100% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എല്ലാ സ്പേസ് മേഖലയിലൊന്നും ഇല്ല. ഈ പറഞ്ഞിടത്താണ് മാനുഫാക്ചറിംഗ് ഓഫ് കമ്പോണന്റ്സ്, സിസ്റ്റംസ്, സബ് സിസ്റ്റംസ് ഫോർ സാറ്റലൈറ്റ്സ്, ഗ്രൗണ്ട് സെഗ്മെന്റ്, യൂസർ സെഗ്മെന്റ്, ഇതൊക്കെ കൂടുതലായിട്ട് പറഞ്ഞിട്ടാണ് എനിക്ക് അറിഞ്ഞൂടെ. ആ മേഖലയിലേക്കാണ് 100% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നത്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ പറഞ്ഞ ഈ 100% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴും അതിന്റെ അകത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് റൂട്ട് അല്ല. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു വിധത്തിലുള്ള റെഗുലേറ്ററി അപ്രൂവൽസും വേണ്ട. ഓൺലി ദേ റിക്വസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് അപ്രൂവൽ. സിൻസ് ഇറ്റ് ഈസ് മണി മാറ്റർ, RBIയുടെ അപ്രൂവൽ വേണം. ഫെമ വയലേഷൻസോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് RBIയുടെ അപ്രൂവൽ മാത്രം മതി. അപ്പം ഈ 100% FDIയിൽ ഓട്ടോമാറ്റിക് റൂട്ടിൽ കൊണ്ടുവരാവുന്ന 74% ഉള്ളൂ. 74%. റിമൈനിങ് 26% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വിവിധ ഏജൻസികളുടെ അപ്രൂവൽ വേണം. അപ്പൊ 100% FDI ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഫോറിനേഴ്സിന് അലോ ചെയ്തു. പക്ഷെ അതിൽ 74% ആണ് ഓട്ടോമാറ്റിക് റൂട്ട്. വിത്തൗട്ട് എനി അപ്രൂവൽ ദേ ക്യാൻ ബ്രിങ് ക്യാഷ് ആസ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. The remaining 26% they need regulatory approval from different government agencies. അതാണ് ഓട്ടോമാറ്റിക് റൂട്ടും എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, 100% ഓട്ടോമാറ്റിക് റൂട്ടിൽ കൊണ്ടുവരാവുന്ന FDI ഉണ്ട്, ചില മേഖലകളിലൊക്കെ ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ 100% ഈ RBIയുടെ മാത്രം അപ്രൂവലോട് കൂടി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിലവിൽ ഇപ്പൊ സ്പേസ് സെക്ടറിൽ അങ്ങനെയല്ല. പിന്നെ 49% ലോഞ്ച് വെഹിക്കിൾസിൽ ഇപ്പൊ അങ്ങനെ ഓരോരോ മേഖലയിൽ പിന്നീട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന് വ്യക്തമായ ക്ലാസിഫിക്കേഷൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. സ്പേസ് സെക്ടറിൽ തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്നിട്ട് ചിലയിടത്ത് 100%, ചിലയിടത്ത് 49%, ചിലയിടത്ത് 74%, അങ്ങനെ അവർ പറഞ്ഞേക്കുന്നത്. വാട്ട് എവർ ഇറ്റ് മേ ബി, FDI വരുന്നത് നല്ലതാണ്. ഇവിടെ പറഞ്ഞുണ്ട്, ഡിസിഷൻ ഗീവ് ഇന്ത്യ ദ എബിലിറ്റി ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്സ് ലെസ് വിഷിയേറ്റഡ് ഫോറിൻ ടൈസ് ടു ക്യാച്ച് അപ്പ് വിത്ത് ചൈനാസ് മോർ അഡ്വാൻസ്ഡ് പൊസിഷൻ ആസ് എ സ്പേസ് പവർ. എന്ന് പറഞ്ഞാല് ചൈന ഇന്ത്യയെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ സ്പേസ് പവർ എന്നുള്ള രീതിയിൽ. കാരണം ചൈനയുടെ ആൾക്കാർ മൂണിൽ വരെ ഇറങ്ങിക്കഴിഞ്ഞു. അല്ല, ചൈനയുടെ ആള് സ്പേസിൽ ഇറങ്ങിക്കഴിഞ്ഞു. മൂണിലല്ല, സോറി, മൂണിലാകപ്പാടെ ഇന്ത്യ US തന്നെ ഒറ്റ തവണ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നീൽ ആംസ്ട്രോങ് ഒക്കെ പോയ ആ ഒരു തവണ മാത്രമല്ല US-ന്റെ നാസ പോലും മൂണിൽ പോയത്. ഇനിയിപ്പോ നെക്സ്റ്റ് ആർടെമിസ് എന്ന് പറയുന്ന മിഷൻ വഴി വീണ്ടും നാസ മൂണിൽ പോവുകയാണ്. അതിൽ ഇന്ത്യയും പങ്കാളിയാണ്. അതല്ലാതെ മൂണിൽ വേറെ ആരും പോയിട്ടില്ല. സ്പേസിൽ ഓൾറെഡി
US പോയി, USSR പോയായിരുന്നു, റഷ്യ പിന്നീട് റഷ്യയായി മാറി, ചൈന പോയി, ഇന്ത്യ സ്പേസിൽ പോകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ത്യക്കാലം കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിലാണ് ചൈന നിൽക്കുന്നത്. പക്ഷെ ചൈനയ്ക്ക് ഓൾറെഡി ചൈനയുടെ ഫോറിൻ റിലേഷൻഷിപ്സ് എല്ലാം മോശമാണ്. എസ്പെഷ്യലി സ്പേസ് സെക്ടറിലെ ഭയങ്കര കിടിലൻ രാജ്യങ്ങളോടെല്ലാം മിക്കവാറും ഒക്കെ റഷ്യ ഒഴിച്ച് മോശം റിലേഷനാണ്. അപ്പൊ ഇന്ത്യക്ക് നല്ല ഗുഡ് റിലേഷൻസ് ഈ പറഞ്ഞ സ്പേസ് പവേഴ്സുമായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വഴി എടുത്ത് ചൈനയെ ബീറ്റ് ചെയ്ത് മുന്നിലെത്താനുള്ള ഒരു അവസരം ഇന്ത്യക്ക് ഈ പറഞ്ഞ FDI തുറന്നു കൊടുക്കും എന്നും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ, ഡെത്ത് ഓഫ് ഡിസെന്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഞാൻ ഈ എഡിറ്റോറിയൽസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലുള്ള കറണ്ട് അഫയേഴ്സ് ആസ്പെക്ട് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ 100 തവണ പറഞ്ഞാണ്, ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യും. കാരണം ഈ പറഞ്ഞ എഡിറ്റോറിയൽസ് നിങ്ങളിത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ എഡിറ്റോറിയൽ മസ്റ്റ് ആയിട്ട് വായിക്കണം. അപ്പോഴേ നമ്മളുടെ കോംപ്രിഹെൻഷൻ സ്കില്ല് കൂടുള്ളൂ, വൊക്കാബുലറി പവർ കൂടുള്ളൂ. അതുകൊണ്ട് ഈ ന്യൂസ് പേപ്പേഴ്സ് നന്നായിട്ട് വായിക്കുക എന്നുള്ളൊരു എയിമും കൂടെ ഉണ്ട് ഈ പത്രം ഇങ്ങനെ ഇട്ട് ഡിസ്കസ് ചെയ്യുന്നതിന്. അല്ലാതെ കറണ്ട് അഫയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ഈ വീഡിയോ അതിലുള്ള കറണ്ട് അഫയേഴ്സിന്റെ ആ ഫേസോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറമൊക്കെ നിങ്ങൾക്ക് അല്ലാതെ ക്യാപ്സുളായിട്ട് കിട്ടും. പക്ഷെ പത്രം വായന ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൊക്കാബുലറി പവർ ഇമ്പ്രൂവ് ആവത്തില്ല, കോംപ്രിഹെൻഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവില്ല. സോ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, അത് UPSC ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ഇതിലൊരു ഫെയിലിയർ ആയിരിക്കും, യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ പണ്ടേ നല്ല റീഡിംഗ് പവർ ഒക്കെ ഉള്ള റീഡിംഗ് എബിലിറ്റി അല്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഇത് കാണും, ഒരു എബിലിറ്റി കാണും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഈ ഡെത്ത് ഓഫ് ഡിസെന്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ അത് വ്ളാഡിമിർ പുടിനെ കുറിച്ചാണ്. വ്ളാഡിമിർ പുടിന്റെ റഷ്യയിലെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ കുറിച്ചാണ്. ഇത് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ വരാൻ കാരണം അലക്സി നവൽനിയുടെ മരണമാണ്. ഞാൻ ഈ എഡിറ്റോറിയലിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്, പക്ഷേ വ്ളാഡിമിർ പുടിൻ ഒരു വില്ലനൊന്നും അല്ല. ഈ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം യുക്രൈൻ റഷ്യ വാറിന്റെ 2ാം വർഷമാണെന്ന്, അപ്പം ഈ 2ാം വർഷം ആകുന്ന വേളയിൽ നെക്സ്റ്റ് പേജുകളിലൊക്കെ ഒരുപാട് ഇന്ത്യയുടെ മുകളിലൊക്കെ സമ്മർദ്ദം വരുന്നുണ്ട്, റഷ്യ ഒറ്റപ്പെടുത്താനും ഒക്കെ. അതുപോലെ UN-ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പം യുക്രൈൻ റഷ്യ വാറിന്റെ 2nd ആനിവേഴ്സറി വരെയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ബേസിൽ വെസ്റ്റേൺ മീഡിയാസ് എല്ലാം ചേർന്ന് പുടിനെ ഒരു വില്ലനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലും അതിന് ഫോളോ ചെയ്ത് പലരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പുടിൻ ഒരു വില്ലനൊന്നും അല്ല. വില്ലനാണ് ചില സമയങ്ങളിൽ, അല്ലാത്ത സമയങ്ങളിൽ പുള്ളി ഹീറോ ആണ്, ഹീറോ. മനസ്സിലായോ? അപ്പം ഇത് വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട്. ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ എന്റെ ചാനലിന്റെ അകത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ കാണുക, ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. കണ്ടാൽ അതിനകത്ത് എന്താണ് പുടിൻ, എന്തുകൊണ്ട് പുടിന് നമ്മൾ പല കാര്യങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ അത് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം, ഡിസെന്റേഴ്സിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ സമീപനം തെറ്റാണ്. കാര്യം ഒരു രീതിയിലുള്ള ഒപ്പോസിഷനും അദ്ദേഹം അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കാര്യത്തിൽ അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അലക്സി നവൽനി എന്നും പുള്ളിക്ക് അത്രയും വലിയൊരു ത്രെട്ടൊന്നും അല്ലായിരുന്നു. പക്ഷേ അലക്സി നവൽനിയെ അദ്ദേഹം മനഃപൂർവ്വം കൊന്നു എന്ന ഒരുപക്ഷെ അങ്ങനെ ആവാം. അല്ലെങ്കിൽ ചിലപ്പം ഈ ജയിലിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂലം അയാൾ ഓൾറെഡി പോയിസൺ പണ്ട് ചെയ്യപ്പെട്ടിരുന്നതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാ പറയുന്നത്. അപ്പം അങ്ങനെ മരണപ്പെട്ടതാവാം. എന്തായാലും ഈ നവൽനി മാത്രമല്ല, അതിനുമുമ്പ് എവ്ജിനി പ്രിഗോഷിൻ എന്ന് പറയുന്ന റഷ്യയുടെ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ. റഷ്യക്ക് ഒരു കൂലിപ്പട്ടാളമുണ്ട്, നമുക്കൊക്കെ ഒറ്റ പട്ടാളമല്ല, റഷ്യക്ക് കൂലിപ്പട്ടാളമുണ്ട്, വാഗ്നർ ഗ്രൂപ്പ്. ഈ വാഗ്നർ ഗ്രൂപ്പിനെ ഫൗണ്ട് ചെയ്തത്, ഈ സ്പെല്ലിംഗ് എനിക്ക് എക്സാക്ട്ലി ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എവ്ജിനി പ്രിഗോഷിൻ എന്ന് പറയുന്ന ഒരാളാണ്. ഈ എവ്ജിനി പ്രിഗോഷിന്റെ വാഗ്നർ ഗ്രൂപ്പാണ് ഈവൻ യുക്രൈനിൽ വരെ വാർ നടത്തിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ വാർ നടത്തിക്കൊണ്ടിരിക്കുമ്പം പ്രിഗോഷിന് തോന്നി അവിടുത്തെ റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് നല്ല സപ്പോർട്ട് ഈ വാഗ്നർ ഗ്രൂപ്പിന് കിട്ടുന്നില്ല, അവർക്ക് വലിയ നാശം ഉണ്ടാവുന്നു യുക്രൈനിലെന്ന്. അപ്പൊ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ അവർ മ്യൂട്ടിനി പോലെ നടത്താൻ തീരുമാനിച്ചു. ഈ വാഗ്നർ പട്ടാളത്തിനെയും കൊണ്ട് മോസ്കോയിലേക്ക് മാർച്ച് സ്റ്റാർട്ട് ചെയ്തു. അതൊരു പുടിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. എന്തായാലും ആ മ്യൂട്ടിനൊക്കെ പെട്ടെന്ന് അവർക്ക് അടിച്ചമർത്താൻ പറ്റി. പിന്നെ ഏതാണ്ട് 1 മാസം അങ്ങനെ പ്രിഗോഷിൻ ജീവിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ്. പ്രിഗോഷിൻ ഒരു പ്ലെയിൻ അപകടത്തിൽ മരിക്കുകയാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുവിലെ ഈ പുടിന്റെ റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇന്നലെ ഞാനും ചെയ്തിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്നാൽ എഡിറ്റോറിയൽസ് രണ്ടും നന്നായിട്ട് വായിക്കുക, എന്നാലേ നിങ്ങളുടെ വൊക്കാബുലറി പവറും കോംപ്രിഹെൻഷൻ സ്കില്ലും ഒക്കെ ഇമ്പ്രൂവ് ആവുള്ളൂ. ഓക്കെ, പിന്നെ
പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ അഗ്നിവീറിനെ കുറിച്ചാണ്. അഗ്നിവീറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അഗ്നിവീർ 17 വയസ്സ് തൊട്ട് 21-22 വയസ്സ് വരെയുള്ള ഇന്ത്യയിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയുടെ പട്ടാളത്തിലേക്ക്, ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും ഒക്കെ എടുക്കുന്നതിനുള്ള സ്കീമാണെന്ന് അറിയാം. അതിൽ 75% ആൾക്കാരെയും 4 വർഷത്തെ സർവീസ് കഴിയുമ്പോൾ അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വരും. 25% മാത്രമേ ഒരു പെർമനന്റ് കമ്മീഷൻ കൊടുക്കുകയുള്ളൂ. അപ്പൊ അതിന് 25% ഉള്ള 50% ആക്കി ഇൻക്രീസ് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് ഉടനെ തന്നെ അതിന്റെ ഡിസിഷൻ വരുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണത്. ഇതിപ്പം അഗ്നിവീർ സ്കീം വന്നിട്ട് ഒരു 4-5 വർഷമായിപ്പോ ഇന്ത്യയിൽ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ വേണ്ട, അതിനടുത്ത പേജുകൾ നമുക്ക് വലിയ ആവശ്യമില്ലാത്ത പേജുകളാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ one dead as Russian skiers get trapped in Gulmarg avalanche എന്നൊരു ന്യൂസ് കാണാം. ഗുൽമാർഗ് ഇത് എവിടെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ഇതുപോലുള്ള ഈ സ്പോർട്സ് വളരെ ഫേമസ് ആണ്. സ്കീയിങ് അതുപോലുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഗുൽമാർഗ്. അതുകൊണ്ട് ഇപ്പം ഈ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്, ഈ ഖേലോ ഇന്ത്യയുടെ സമ്മർ ഗെയിംസ് ആണ് ഇപ്പൊ ചെന്നൈയിൽ നടന്നത്. അതും നടക്കാൻ പോണത് അവിടേക്ക് വെച്ചാണ്. അപ്പം അത് ഇന്നലെ അവിടെ ഒരു അപകടം ഉണ്ടായ ആൾക്കാർ മരിക്കുക ചെയ്തു. റഷ്യക്കാരൊക്കെയാണ് മരിച്ചത് സ്കീയിങ് നടത്തിയ സമയത്ത്. അപ്പൊ അതിനെ കുറിച്ചാണ്. പിന്നെ ഇവിടെ മറ്റൊരു ന്യൂസ് കാണാം. ഇന്ത്യ ടു ഓപ്പൺ ഡിപ്ലോമാറ്റിക് മിഷൻ ഇൻ അൽബേനിയൻ ക്യാപിറ്റൽ എന്നൊരു ന്യൂസ് കാണാം. അൽബേനിയ എന്ന് പറയുന്നത് ഈ ഗ്രീസിന്റെ അടുത്ത് കിടക്കുന്ന വേറൊരു യൂറോപ്യൻ രാജ്യമാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ വരുമ്പോൾ ഗ്രീസിനെ പോലെ ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു രാജ്യമാണ് അൽബേനിയ എന്നാണ് എനിക്കിത് വായിക്കാൻ മനസ്സിലാവുന്നത്. അൽബേനിയയുടെ ക്യാപിറ്റൽ തിരാനയാണ്. തിരാന, TIRANA. അപ്പൊ ഇന്ത്യ ഒരു പുതിയ മിഷൻ അൽബേനിയയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോയാണെന്നാണ് കാര്യം. ഈ അൽബേനിയയുടെ എംബസി ഇപ്പൊ ഇന്ത്യയിൽ വരുന്നേ ഉള്ളൂ. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ, ഇന്ത്യയുടെ ക്യാപിറ്റലാണല്ലോ എല്ലാ രാജ്യങ്ങളുടെ എംബസി വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ ക്യാപിറ്റലായ ന്യൂഡൽഹിയിൽ അൽബേനിയ എന്ന് പറഞ്ഞ യൂറോപ്യൻ രാജ്യത്തിന്റെ എംബസി ഉടനെ ഓപ്പൺ ആവും. അവർ ഓപ്പൺ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അവരുടെ ക്യാപിറ്റലായ തിരാനയിൽ ഇന്ത്യയുടെ എംബസിയും വരും. അപ്പൊ അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ഈ ഇതിന് വന്നിട്ടുണ്ട്. ഏതിനാണ്? നമ്മളുടെ റൈസിന ഡയലോഗിൽ പങ്കെടുക്കാൻ. അപ്പൊ അപ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ അനൗൺസ് ചെയ്തത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറൊക്കെ പ്രധാന പങ്കുവഹിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് അൽബേനിയ. കണ്ടോ, ഞാൻ പറഞ്ഞ ഇതാണ്. യൂറോപ്യൻ ഡെലിഗേഷൻ അർജസ് ഇന്ത്യ ടു സപ്പോർട്ട് യുക്രൈൻ എന്ന് പറഞ്ഞ ഒരു ന്യൂസ് കാണാം. അപ്പൊ ഇതിന് നമ്മൾ അറിയേണ്ട കാര്യം, ഈ യുക്രൈൻ റഷ്യ വാറിന്റെ പേരിൽ നമ്മളിപ്പോ ഈ യുക്രൈനെ മാക്സിമം സപ്പോർട്ടാണ്, റഷ്യയെ ഒറ്റപ്പെടുത്തണമെന്നാണ് ഇവന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളല്ല, അവര് യൂറോപ്പിലെ 10-18 രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ മിനിസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇപ്പോ ഈ പറഞ്ഞ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഈ മീറ്റിംഗിൽ ആണ് അവരത് ആവശ്യപ്പെട്ടത്. ഇപ്പം ഈ യുക്രൈൻ റഷ്യ വാറിന്റെ 2nd ആനിവേഴ്സറി ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ ആൾനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആരും സപ്പോർട്ട് ഇല്ലാത്ത ഗാസയിലെ കുറെ ജനങ്ങൾ, അവിടുത്തെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ മരിക്കുമ്പം ഇവർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇന്നലെയും അമേരിക്ക ഗാസയിലെ വാറ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള UN റെസൊല്യൂഷൻ, അൾജീരിയ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിയുടെ നേതൃത്വത്തിലാണ് വന്ന ആ അൾജീരിയയുടെ റെസൊല്യൂഷനെ വീറ്റോ ചെയ്ത് അതിനെ പരാജയപ്പെടുത്തിയ അമേരിക്കയാണ്. അപ്പൊ അവന്മാരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് നിന്ന് മനസ്സിലാക്കണം. അവിടുത്തെ ആൾക്കാരുടെ ജീവന് വിലയില്ല. എന്നാൽ യുക്രൈനിൽ കുറച്ച് വെള്ളക്കാരാണ് അവിടെ താമസിക്കുന്നുള്ളതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ജീവന്റെ വില ഉണ്ട്. അതൊരു തെറ്റായ കാര്യമാണ്. അപ്പൊ എന്തായാലും അതാണ് ഇവിടെ കിടക്കുന്ന വേറൊരു ന്യൂസ്. പിന്നെ ഒരു ന്യൂസ് കാണാം. 19,000 crore നേവി ഡീൽ ഫോർ 200 ബ്രഹ്മോസ് അപ്രൂവ്ഡ് എന്നൊരു ന്യൂസ് കാണാം. ബ്രഹ്മോസ് ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ഗൈഡഡ് മിസൈലുകളാണ് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത്. സൂപ്പർസോണിക് എന്ന് പറഞ്ഞാല് ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈൽ. അപ്പൊ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിസൈൽസ് ആണ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ഇന്ത്യ ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്തതല്ല, ഇന്ത്യയും റഷ്യയും ചേർന്ന് ഡെവലപ്പ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മോസ് എന്നുള്ള പേര് തന്നെ ഇന്ത്യയുടെ റിവറായ ബ്രഹ്മപുത്ര എന്നുള്ളതിന്റെയാണ് BRAH. മോസ്കോവ എന്ന് പറയുന്ന റിവറിന്റെയാണ് MOS. അപ്പൊ ഇൻഡോ റഷ്യൻ ജോയിന്റ് വെഞ്ചർ ആണ്. ഈ ഇടയ്ക്ക് അത് ഫിലിപ്പൈൻസ് എന്ന രാജ്യത്ത് നമ്മൾ സെൽ ചെയ്തു. അപ്പൊ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് ഏത് ഫോറിൻ കൺട്രിക്കാണ് സെൽ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഒരു എക്സാമിനറിന് ചോദിച്ചാൽ ഫിലിപ്പൈൻസിനാണ്. ഇനിയും ഒരുപാട് രാജ്യങ്ങൾ അതിൽ സൗദിയൊക്കെ ഇപ്പൊ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചു. ഒരുപാട് രാജ്യങ്ങൾക്ക് വിൽക്കാൻ സാധ്യതയുണ്ട്. കാര്യം അത് വളരെ ബെസ്റ്റ് മിസൈലാണ്. അപ്പൊ ഈ ബ്രഹ്മോസിന്റെ
നേവൽ വെർഷൻ ഇന്ത്യൻ നേവി 19,000 crore ഏതാണ്ട് 19,000 കോടി രൂപയ്ക്ക് ഓർഡർ ചെയ്തേക്കുന്നു എന്നൊരു ന്യൂസാണ്. ഇനി അതിനടുത്ത പേജ് പോകുമ്പോൾ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. മേക്ക് അമുൽ വേൾഡ്സ് ലാർജസ്റ്റ് ഡയറി ബ്രാൻഡ്, മോഡി ടെൽസ് ഫാമേഴ്സ് എന്നൊരു ന്യൂസ് ഉണ്ട്. അമുൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോഓപ്പറേറ്റീവ്സ് അതാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കോഓപ്പറേറ്റീവ്സ് ബ്രാൻഡ് ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കോഓപ്പറേറ്റീവ് ബ്രാൻഡ് ഇതല്ല. ഇന്നലത്തെ മലയാളം പത്രങ്ങളിൽ ഉൾപ്പെടെ ഫ്രണ്ട് പേജിൽ ഒരു ഫുൾ പേജ് പരസ്യം ഉണ്ടായിരുന്നു. ആ പരസ്യം ഇഫ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു. ഇഫ്കോ ഇതാണ് വേൾഡിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് എന്നാണ് ഇതിന്റെ പേര്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ്, ഇതാണ് ഇഫ്കോ. ഇഫ്കോ ആണ് വേൾഡിൽ ആദ്യമായിട്ട് നാനോ യൂറിയ ഒക്കെ ഇറക്കുന്നത്. നാനോ യൂറിയ ഉണ്ടല്ലോ, യൂറിയ കർഷകർ കൃഷിക്ക് ഉപയോഗിക്കുന്ന യൂറിയ വളം, അതിന്റെ നാനോ യൂറിയ ലോകത്ത് ആദ്യമായിട്ട് ഇറക്കിയത് അവരാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇഫ്കോ. അതുപോലെ വേൾഡിലെ ഏറ്റവും വലിയ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരെണ്ണമാണ് അമുല്. അമുലിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി ബ്രാൻഡാക്കി മാറ്റുക എന്നാണ് മോഡി പറഞ്ഞേക്കുന്നത്. അത് അമുലിന്റെ ഗോൾഡൻ ജൂബിലി അങ്ങനെ ആയിരുന്നൊന്നുമല്ല. അപ്പൊ അമുൽ തുടങ്ങിയത്, അമുലിനൊരു മലയാളി ബന്ധമുള്ള ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. കാര്യം അമുല് ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് സ്റ്റാർട്ട് ചെയ്യാൻ അതിന്റെ ഏറ്റവും വലിയ മുൻകൈ എടുത്തത് മലയാളിയായ വർഗീസ് കുര്യനാണ്. ഇന്ത്യയുടെ വൈറ്റ് റവല്യൂഷന്റെ ഫാദർ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ആൾ എന്നൊക്കെ അറിയപ്പെടുന്ന വർഗീസ് കുര്യൻ. അദ്ദേഹം ആണ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നത്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. നവംബർ 26 ആണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ, നവംബർ 26. അതുകൊണ്ട് എവറി ഇയർ നവംബർ 26 ഇന്ത്യയിലെ നാഷണൽ മിൽക്ക് ഡേ ആണ്. അത് മാത്രമല്ല ഇന്ത്യയിൽ നാഷണൽ ലോ ഡേ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അതുമൊക്കെയാണ് നവംബർ 26. അതിന്റെ കാര്യം നവംബർ 26 1949 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26 ആയതുകൊണ്ട് തന്നെ നവംബർ 26 ഇന്ത്യയിലെ നാഷണൽ ലോ ഡേ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഒക്കെയാണ്. അതേപോലെ വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ എന്നായതുകൊണ്ട് ഇന്ത്യയിലെ മിൽക്ക് മാൻ എന്ന് അദ്ദേഹത്തിന് അറിയപ്പെടുന്നതുകൊണ്ട് ഇന്ത്യയിൽ നാഷണൽ മിൽക്ക് ഡേയും ആണ്. അപ്പൊ അമുൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നുള്ള ഷോർട്ട് ഫോം ആണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, ഗുജറാത്തിലാണ് ആനന്ദ്. അതിനടുത്ത പേജ് പോകുന്നു. അതിനടുത്ത പേജ് പോകുമ്പോ എക്സ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകളുണ്ട്. എക്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞ അനുസരിച്ച് പല സംഭവങ്ങളും ബ്ലോക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ്, ഫാമേഴ്സ് പ്രൊട്ടസ്റ്റുമായിട്ടൊക്കെ. അപ്പൊ അവിടെ നിങ്ങൾക്ക് എലോൺ മസ്കിന്റെയും നരേന്ദ്രമോദിയുടെ ഫോട്ടോ കാണാം. ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ കാണാം. എലോൺ മസ്കിന്റെ എക്സിന്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് എലോൺ മസ്കിന്റെ ഫോട്ടോ അവിടെ വരുന്നു നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. എലോൺ മസ്ക് ഈ ഇടയ്ക്ക് ട്വിറ്ററിനെ വാങ്ങിയാണ് അതിന്റെ പേര് മാറ്റി എക്സ് ആക്കിയത്. അപ്പം എക്സിന്റെ ഓണർ എലോൺ മസ്ക് ആണ്. എലിവേറ്റഡ് റോഡ് ഫോർ അനിമൽസ് ഇൻ കാസിരംഗ പാർക്ക് ഗെറ്റ്സ് അപ്രൂവൽ എന്ന് ഒരു ന്യൂസ് കാണാം. കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആസാമിലാണ്. ആസാമിൽ ഇതിന് ഏറ്റവും ഫേമസ്, കാസിരംഗ നാഷണൽ പാർക്ക് ഇത്രയും ഫേമസ് ആവാൻ കാരണം വൺ ഹോൺഡ് റൈനോസ് ഉള്ളതുകൊണ്ടാണ്. വൺ ഹോൺഡ് റൈനോസ് അതിന്റെ നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണത്. പിന്നെ ഇത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും. പല യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. CBSE ഡിസ്കസസ് ഓപ്പൺ ബുക്ക് എക്സാംസ് ഫോർ ക്ലാസ്സസ് 9 to 12. 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓപ്പൺ ബുക്ക് എക്സാം, അതായത് ബുക്ക് തുറന്ന് പരീക്ഷ എഴുതാവുന്ന എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറുന്നതിനെ കുറിച്ച് അതിന്റെ പൈലറ്റ് ബേസിസിൽ അതിന്റെ എക്സാം ഒക്കെ അവർ നടത്തി തുടങ്ങാൻ പോവുകയാണെന്നാണ്. മിക്കവാറും ഇനി തൊട്ട് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ 9 to 12 വരെയുള്ള കുട്ടികൾക്ക് CBSE ഓപ്പൺ ബുക്ക് ടെസ്റ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബൈജൂസിന്റെ പ്രോബ്ലംസ്, ബൈജൂസിന്റെ ഓണർ ബൈജു രവീന്ദ്രൻ അഗേൻസ്റ്റ് ആയിട്ട് ED ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചൊരു ന്യൂസ് ഉണ്ട്. ഫെമ വയലേഷൻസിന്റെ പേരിൽ. ഫെമ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, വിദേശ നാണയ വിനിമയ ചട്ടം അല്ലെങ്കിൽ ഫെമ ലംഘിച്ചതിന്റെ പേരിൽ ബൈജു രവീന്ദ്രനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ED പുറപ്പെടുവിച്ചെന്ന് ഒരു ന്യൂസ് ഉണ്ട്. അതിനടുത്ത പേജ് പോകുമ്പോ അത് ബിസിനസ് പേജ് ആണ്. ബിസിനസ് പേജില്
ഒരു ന്യൂസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 2% റിസ്ക് ഇമ്പയറിംഗ് ഗ്രോത്ത് MBC's വർമ്മ എന്നൊരു ന്യൂസ് കാണാം. ഇത് മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2 months കൂടുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സംഗതിയാണ് മോണിറ്ററി പോളിസി എന്നൊക്കെ അറിയാം. മോണിറ്ററി പോളിസിയെ കുറിച്ച് വിശദമായിട്ട് ഞാൻ മുമ്പ് നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്. 2 months കൂടുമ്പോഴാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്തത്. അത് MPC ആണത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. MPC ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അതിൽ 6 members ആണ് ഉള്ളത്. അതിൽ 3 members ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 3 members റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നുമാണ്. MPCയുടെ ചെയർമാൻ RBIയുടെ ഗവർണറാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ MPCയുടെ അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയുടെ ബേസ് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ CPI അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, രണ്ട് സെയിം ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ് റീറ്റെയിൽ ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതില് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. റിയൽ ഇൻട്രസ്റ്റ് റേറ്റും നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങനെ 2 സംഭവങ്ങളുണ്ട്. അതില് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ ഇൻട്രസ്റ്റ് റേറ്റിനാണ് പറയുന്നത്. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ഇപ്പൊ നമ്മളുടെ റിപ്പോ റേറ്റ് 6.5% ആണ് എന്ന് കരുതുകയല്ല ആണ്. അതാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്ക് എടുക്കാം. അതാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് എടുത്താല് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇത് ഇന്ന് ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ സപ്പോസ് 4.5% ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ എന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ 4.5% കുറയുമെന്നാ പറയുന്നത്. അപ്പോ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2% ആണ്. മനസ്സിലായി? അപ്പൊ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതാണ്. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ പെർസെന്റേജ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ PMI കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ആണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൈവറ്റ് ഇൻഡെക്സ് ആണ് PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതുപോലെ FRP എന്താണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. FRP ഇന്നലെ പറഞ്ഞാണ് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. അപ്പൊ FRP ഇപ്പൊ ഇഷ്യൂ ചെയ്തതിന്റെയാണ് ഷുഗർ കെയിന്റെ ആണ് ഇന്നലെ. CCEA ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് അവരാണത് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ആ പേജിലുള്ളത്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ വേൾഡ് പേജ് ആണ്. വേൾഡ് പേജില് ഇസ്രായേൽ വീണ്ടും ഗാസയിൽ ആൾക്കാരെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. സീസ് ഫയർ ടോക്സ് എന്നും അത് വെടിനിർത്തൽ കരാറൊന്നും ഇതുവരെയ്ക്കും ആയില്ല. ഇസ്രായേൽ ഗാസയിൽ വീണ്ടും അറ്റാക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് റഷ്യാസ് വാർ ഹാസ് ഇൻഫ്ലിക്റ്റഡ് ഹൊറിഫിക് ഹ്യൂമൻ കോസ്റ്റ് എന്ന് പറഞ്ഞ UN ഭയങ്കര കൺസേൺ ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. കാര്യം ഇവിടെ നടക്കുന്നത് തന്നെയാണല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പൊ എന്നിട്ട് ഈ ഒരു സംഭവത്തിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് കൺസേൺ ഉള്ളത്. അപ്പൊ വോൾക്കർ ടുർക്ക് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. വോൾക്കർ ടുർക്ക് TURK. അദ്ദേഹം UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. യുഎന്നിന്റെ മനുഷ്യാവകാശ സംഘടനയുടെ ഹെഡ് ആണ് വോൾക്കർ ടുർക്ക്. പിന്നെ അവിടെ ഓക്കെ, അതല്ലാതെ വേറെ ന്യൂസുകളൊന്നും അവിടെ ഇല്ല. പിന്നെ ഇവിടെ നിങ്ങളൊരു ടെന്നീസ് പ്ലെയറിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയുടെ നമ്പർ 1 സുമിത് നഗലാണ്. സുമിത് നഗലിനെ ഇന്നലെ നിക്കി പൂഞ്ച എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ വേറൊരു താരം തോപ്പിച്ചു. ഇത് അത്ര ഫേമസ് പ്ലെയർ എന്നല്ല, ഈ പേരുകളൊക്കെ പഠിച്ചു വെച്ചേക്കണം. നിക്കി പൂഞ്ച. അതിനടുത്ത പേജ് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ IPL സ്റ്റാർട്ട് ചെയ്യാൻ പോണതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ വിമന്റെ പ്രീമിയർ ലീഗ് WPL സ്റ്റാർട്ട് ചെയ്യാണ്, അതിനെ കുറിച്ചും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് രഞ്ജി ട്രോഫിയെ കുറിച്ചുള്ള ന്യൂസ്, പിന്നെ ISL ഇന്ത്യൻ സൂപ്പർ ലീഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക, എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുക. താങ്ക് യു സോ മച്ച്.